നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിശുദ്ധമായ കേശം അബൂ അയ്യൂബ് തങ്ങളുടെ കയ്യിലുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് 10 കൊല്ലം സേവനം ചെയ്ത സ്വഹാബിയാണ് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു. മഹാനവറുകളുടെ കയ്യിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുടിയുണ്ടായിരുന്നു. അത് നാവിന്റെ അടിയിൽ വെച്ചിട്ട് ആ തുപ്പുനീര് കൊണ്ട് നനച്ചിട്ട് മുടിയിങ്ങ് മാറ്റിയിട്ട് മുടി തട്ടിയ തുപ്പുനീര് രോഗശമനത്തിന് വേണ്ടി ഇറക്കാറുണ്ടായിരുന്നു. ആരാണ് 10 കൊല്ലം സേവനം ചെയ്ത ഖദംതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ 10 സനവാത് മാ ഖാല ലീ ലിശൈഇൻ ഫഅൽതു ലിമ ഫഅൽതാ. 10 കൊല്ലം ഞാൻ സേവനം ചെയ്തിട്ട് ഒരു കാര്യം ചെയ്തിട്ട് എന്തേ ചെയ്തത് അനസേ എന്ന് ചോദിക്കേണ്ടി വരാത്ത വിധം ചിട്ടയോടെ സേവനം ചെയ്ത ആളാണ് ഞാൻ. അനസ് റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ നബി തങ്ങളുടെ വിശുദ്ധ കേശമുണ്ടായിരുന്നു. അത് നാവിന്റെ അടിയിൽ വെച്ചിട്ട് ഖബറടക്കണമെന്ന് വസിയ്യത്ത് ചെയ്തിരുന്നു. അപ്രകാരം ജനാസയിൽ വെച്ചിട്ട് ഖബറടക്കിയെന്ന് ഇമാം ബുഖാരി പഠിപ്പിക്കുന്നു. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിശുദ്ധ കേശം. അത് സ്വഹാബികൾ കൈമാറി 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 ലോകത്തിന്റെ പല സ്ഥലങ്ങളിലും ആ വിശുദ്ധ കേശമുണ്ട്. ആ വിശുദ്ധ മുടി ലോകത്തിന്റെ പല സ്ഥലങ്ങളിലും ഇസ്താംബൂളിലെ ടോപ്പ് കാപ്പി മ്യൂസിയത്തിലുണ്ട്. അതുപോലെ തന്നെ ഹസ്രത്ത് ബാൽ പള്ളിയിൽ ഉണ്ട്. കശ്മീരിൽ ഡൽഹിയിലെ ജമാ മസ്ജിദിൽ ഉണ്ട്. ഞാൻ അവിടെ നിന്ന് കണ്ടിട്ടുണ്ട്. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാൽപാദത്തിന്റെ അടയാളമുള്ള പാറയും ഉണ്ട്. എവിടെ? ഡൽഹിയിലെ ജമാ മസ്ജിദിൽ. അതുപോലെ തന്നെ ഞങ്ങൾ യമനിൽ ചെന്നപ്പോൾ അവിടെ സാദാത്തുക്കളുടെ വീട്ടിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷഅറെ മുബാറക് ഉണ്ട് എന്നറിഞ്ഞു. വെല്ലൂരിലെ ലത്തീഫിയയിലും ബാഖിയാത്തുസ് സാലിഹാത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷഅറെ മുബാറക് ഉണ്ട്. അതൊക്കെ റബീഉൽ അവ്വലിലോ റമദാനിലോ പ്രദർശിപ്പിക്കുകയും അത് തട്ടിയ വെള്ളം ബറക്കത്തിന് വേണ്ടി വിതരണം ചെയ്യുകയും ചെയ്യുന്നത് ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ എന്ന സ്വഹാബി മുതൽ ഇങ്ങോട്ടുള്ളതാണ്. ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുടിയിട്ട വെള്ളം, ആ വെള്ളം ഉപയോഗിക്കുന്ന പതിവ് പഠിപ്പിച്ചതാരാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബി വനിതയും സ്വഹാബികളുമാണ്. കാരണം എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ wudu എടുക്കാൻ നിന്നാൽ കാദൂ യഖ്തതിലൂന ഫീ വളൂഇഹി, നബി തങ്ങളുടെ wudu എടുക്കുന്ന വെള്ളത്തിന് വേണ്ടി സ്വഹാബത്ത് മത്സരിക്കലാണ്. സ്വഹാബികൾ ഓടിക്കൂടും ആ വെള്ളം താഴെ വീഴാതെ വാങ്ങിയിട്ട് കുടിക്കാനും ശരീരത്തിൽ പുരട്ടാനും. അപ്പൊ വൈകി ഓടിയെത്തുന്ന സ്വഹാബികൾ ആ വെള്ളം കൊണ്ട് നനഞ്ഞ സ്വഹാബിയുടെ കയ്യിലെ നനവ് പകർത്തിയെടുക്കും. ആ നിലക്ക് ബറക്കത്തെടുത്തത് ആരാണ്? സ്വഹാബികളാണ്. ഇത് റിപ്പോർട്ട് ചെയ്തതാരാണ്? ഇമാം ബുഖാരിയാണ്. ഇത്രയും ബറക്കത്തുള്ളതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷഅറെ മുബാറക്. അത് ലോകത്തിന്റെ പല ഭാഗത്തും ഉണ്ട്. അതിൽ നിന്ന് ഡൽഹിയിലെ ബറക്കാത്തി സാദാത്തുക്കളുടെ കയ്യിൽ പരമ്പരാഗതമായി സൂക്ഷിപ്പുണ്ടായിരുന്ന ഷഅറെ മുബാറക്കിൽ ഒന്ന് ബഹുമാനപ്പെട്ട ശൈഖുനാ കാന്തപുരം ഉസ്താദ് അവരുടെ കയ്യിൽ കൊടുത്തു. കൊടുത്ത സമയത്ത് വെറുതെ അല്ല കൊടുത്തത്. അത് എനിക്ക് സ്വീകാര്യയോഗ്യമായ പരമ്പരയിലൂടെ കിട്ടിയതാണ് എന്ന് സർട്ടിഫിക്കറ്റ് എഴുതി അദ്ദേഹത്തിന്റെ സീലും ചെയ്ത്, രണ്ടാളുകൾ സാക്ഷികളുടെയും സീൽ ചെയ്ത് സർട്ടിഫിക്കറ്റോടുകൂടിയാണ് ഷഅറെ മുബാറക് മർകസു സഖാഫത്ത് സുന്നിയയിലേക്ക് കൊടുത്തത്. അതിന് ഇസ്ലാമിൽ അവിടുന്ന് സനദ് എന്ന് തന്നെയാണ് ആ സർട്ടിഫിക്കറ്റിന് പറയാ. മന്നാനിയ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് മന്നാനി ബിരുദമെടുക്കുന്നവർക്ക് കൊടുക്കുന്ന സർട്ടിഫിക്കറ്റ് അത് സനദാണ്. അതിൽ സനദ് എന്ന് എഴുതിയിട്ടുണ്ട്. അതിൽ എഴുതിയിട്ടുണ്ട് ഞങ്ങളുടെ ഉസ്താദുമാർ തന്നത് പ്രകാരം നിങ്ങൾക്കിതാ നൽകുന്നു എന്ന് പറഞ്ഞ് എഴുതിയിട്ട് കൊടുക്കുന്ന സർട്ടിഫിക്കറ്റിന് സനദ് ദാന സമ്മേളനം എന്ന് പറഞ്ഞിട്ട് സമ്മേളനം വിളിച്ചിട്ട് അതിൽ സനദ് കൊടുക്കും. അപ്പോൾ അതിൽ എഴുതിയിട്ടുണ്ടാവൂല ഈ ഉസ്താദ് അവിടെയുള്ള KP അബൂബക്കർ ഹസ്രത്ത്, അല്ലാഹു തആല അദ്ദേഹത്തിന് ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ.
അപ്പോൾ സുന്നത്ത് ജമാഅത്തിന്റെ ആലിമീങ്ങൾക്ക് മുഴുവനും അല്ലാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കട്ടെ, ഹഖായ ദീനിനു വേണ്ടി നിലകൊള്ളാനുള്ള തൗഫീഖ് നൽകട്ടെ. അപ്പോൾ അദ്ദേഹത്തിന്റെ ഉസ്താദുമാർ മുതൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരെയുള്ള പരമ്പര അദ്ദേഹത്തിന്റെ പക്കലുണ്ട്. അത് മുഴുവനും ആ സർട്ടിഫിക്കറ്റിൽ എഴുതിയിട്ട് കൊടുക്കൂല. സർട്ടിഫിക്കറ്റും അതുപോലെ തന്നെ കോട്ടും സ്ഥാനവസ്ത്രവും ഒക്കെ കൊടുത്ത് മന്നാനികൾ ഇറങ്ങുന്നു. അതുപോലെ തന്നെ ഒരുപാട് ഡിഗ്രിയുടെ ആളുകൾ ഇറങ്ങുന്നു. പിന്നീട് മുത്തഅല്ലിമീങ്ങളുടെ കയ്യിൽ ക്ലാസ്സിൽ വെച്ചോ അല്ലാതെയോ പറയും, എന്റെ ഉസ്താദുമാരുടെ പരമ്പര ഇതാണ്, എനിക്ക് പഠിപ്പിച്ചു തന്ന ഉസ്താദ് ഇന്ന ആളാണ്, അവിടത്തേക്ക് പഠിപ്പിച്ചു കൊടുത്ത ഉസ്താദ് ഇങ്ങനെ ആള് എന്നുള്ള സിൽസില സൂക്ഷിച്ചിട്ടുണ്ടാകും. നമ്മുടെയൊക്കെ കയ്യിലുണ്ട്. 41ാമത്തെ ഉസ്താദാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞങ്ങൾക്ക് ഓതിത്തന്ന ഉസ്താദുമാരിൽ നിന്ന് തുടങ്ങിയാൽ 41ാമത്തെ ഉസ്താദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അപ്പോൾ 39ഓ 40ഓ 41ഓ ഒക്കെ ആയി ഉസ്താദുമാരുടെ പരമ്പര എത്തും. എന്നതുപോലെ മർക്കസു സഖാഫത്ത് സുന്നിയയിൽ കൊടുത്ത ആ ശഅർ മുബാറക്കിന്റെ പരമ്പരയും കൊടുത്തു ഉസ്താദ് അവരുടെ കയ്യിൽ. മർക്കസിൽ സൂക്ഷിപ്പുണ്ട്. അതിന്റെ കോപ്പി എന്റെ ഫയലിലും ഉണ്ട്. ആരാണ് ബർക്കാത്തി സാദാത്തിങ്ങൾക്ക് ആ മുടി കൊടുത്തത്? അവർക്ക് കൊടുത്തതാരാണ് എന്ന സിൽസില നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരെയുള്ള പരമ്പരയുടെ ലിസ്റ്റ് അതും കൂടി മർക്കസു സഖാഫത്ത് സുന്നിയിൽ സൂക്ഷിപ്പുണ്ട്. പിന്നീട് രണ്ടാമത് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശഅർ മുബാറക്ക് കഴിഞ്ഞ മർക്കസ് സമ്മേളനത്തിൽ യുഎഇയിലെ അൻസാരി കുടുംബത്തിലെപ്പെട്ട അഹ്മദ് ബിൻ മുഹമ്മദ് അൽ ഖസ്റജി എന്ന് പറയുന്നയാൾ, അദ്ദേഹം ആരാന്നറിയോ? വലിയൊരു പണ്ഡിതനാണ്. അദ്ദേഹം അതോടൊപ്പം തന്നെ ലോകത്തറിയപ്പെട്ട ഒരു വ്യക്തിയാണ്. അൻസാരികളുടെ കമ്മിറ്റിയുടെ പ്രസിഡന്റാണ്. യുഎഇ ഗവൺമെന്റിന്റെ പുരാവസ്തു സൂക്ഷിക്കുന്ന സമിതിയുടെ നേതാവാണ്. ചില്ലറക്കാരനല്ല. അപ്പോ എല്ലാ സാധ്യത കൊണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുടി വിശുദ്ധ കേശം ഉണ്ടാകാൻ സാധ്യതയുള്ള ആളാ. കാരണം എന്താ? യുഎഇയിലെ പുരാവസ്തുവിന്റെ മേധാവി അൻസാരികളായ സ്വഹാബികളാണ്. അബൂ അയ്യൂബ് അൻസാരി, അബൂ തൽഹത്ത് അൻസാരി, അവരെ കയ്യിലൊക്കെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുടിയുള്ളത്. ആ പരമ്പര വഴി എത്തിയ ആളാണ്, പേരക്കുട്ടിയാ. ഇദ്ദേഹം മർക്കസു സഖാഫത്ത് സുന്നിയുടെ സമ്മേളനത്തിൽ വന്നപ്പോൾ അവിടെ കൂടിയ ജനലക്ഷങ്ങളെ സാക്ഷി നിർത്തിയിട്ട് അവിടെ നിന്ന് കൊണ്ടുവന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു വിശുദ്ധ കേശം ബഹുമാനപ്പെട്ട ഖമറുൽ ഉലമാ എപി ഉസ്താദ് അവർക്ക് അതാ സമ്മാനമായി കൊടുത്തു. ലക്ഷക്കണക്കിന് മുഅ്മിനീങ്ങളെ സാക്ഷിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിശുദ്ധ കേശം ഉസ്താദ് അവരുടെ കയ്യിൽ കൊടുത്തു. അവിടെയും കൊണ്ടുവന്നത് അതിൽ അദ്ദേഹം കൂടെ ഒരു സർട്ടിഫിക്കറ്റ് കൊടുത്തു. സർട്ടിഫിക്കറ്റിൽ അദ്ദേഹം അൻസാരിയാണ് എന്ന് സ്ഥിരപ്പെടുത്തുന്ന അദ്ദേഹത്തിന്റെ വാപ്പ ഉപ്പാപ്പമാരുടെ പേരും അതോടൊപ്പം തന്നെ എനിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരെ മുത്തസിലായ ഇടമുറിയാത്ത പരമ്പരയോടെ എന്റെ കയ്യിൽ സൂക്ഷിപ്പുള്ളതാണ് ഈ മുടിയെന്നും ഇതിന്റെ ബഹുമാനമനുസരിച്ച് സൂക്ഷിച്ചു കൊള്ളണമെന്നും അല്ലെങ്കിൽ അല്ലാഹുവിനെ ഭയന്നുകൊള്ളണമെന്നും ഒക്കെ താക്കീതും പ്രതീക്ഷയും നൽകിയ പരമ്പര എഴുതിയിട്ട് ഒപ്പിട്ടിട്ടാണ് ഉസ്താദിന്റെ കയ്യിലേക്ക് കൊടുത്തത്. ഞാൻ ആ സർട്ടിഫിക്കറ്റ് നിങ്ങളിൽ പലരും സമ്മേളനത്തിൽ കണ്ടിട്ടുണ്ടാകുമെങ്കിലും ഞാൻ മർക്കസിൽ പോയി നേരിട്ട് ആ സർട്ടിഫിക്കറ്റ് കണ്ടിട്ടുള്ള ആളാണ്. നിങ്ങൾ മനസ്സിലാക്കണം, അങ്ങനെ കിട്ടിയ ശഅർ മുബാറക്. ഇത് രണ്ടും പണ്ട് മുതലേ ചെയ്തു വരുന്നത് പോലെ, ലത്തീഫിയായിൽ പണ്ട് മുതലേ ചെയ്തു വരുന്നത് പോലെ, ബാഖിയാത്തിൽ ചെയ്തു വരുന്നത് പോലെ, ഹസ്രത്ത് മാലിൽ ചെയ്തു വരുന്നത് പോലെ, ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ ചെയ്തതുപോലെ മർക്കസിലും റബീഉൽ അവ്വലിൽ അതിന്റെ തുടക്കത്തിൽ ജനങ്ങൾക്ക് കാണാനും ആ മുടിയിട്ട വെള്ളം കൊണ്ടുപോകാനുമുള്ള സൗകര്യം മർക്കസു സഖാഫത്ത് സുന്നിയ ചെയ്തപ്പോഴോ കേരള ശബ്ദമടക്കമുള്ള ഇവിടത്തെ വിദഈ കക്ഷികളുടെ പത്രമടക്കം മാധ്യമമടക്കം എഴുതി 1 രൂപ മുതൽ 10,000 രൂപ വരെ ഒരു കുപ്പിക്ക് വിറ്റുന്ന്.
എന്നാൽ മർക്കസു സഖാഫത്ത് സുന്നിയയിൽ നിന്ന് ഒരു കുപ്പിവെള്ളം പോലും വിറ്റിട്ടില്ല. എത്ര ജനങ്ങൾ അവിടെ വന്നേന്നറിയോ? ലക്ഷക്കണക്കിന് ജനങ്ങൾ അവിടെ വന്നു. ഏകദേശം 50,000-ലേറെ ബോട്ടിൽ മർക്കസ് പൈസ കൊടുത്ത് വാങ്ങിയിട്ട് അതിൽ വെള്ളം നിറച്ച് ജനങ്ങൾക്ക് സൗജന്യമായി കൊടുത്തു. അതിലേറെ ജനങ്ങൾ വേറെയും കൊണ്ടുവന്നു. പിന്നെയും മർക്കസ് തന്നെ വാങ്ങി. അവിടെ ഒരാളുടെ കയ്യിൽ നിന്നും മുടിയിട്ട വെള്ളത്തിന് പൈസ വാങ്ങിയിട്ടില്ല. ഇവിടെ ഒരു ബോർഡ് സ്ഥാപിച്ച ചെറുപ്പക്കാരെ, നാളെ അള്ളാന്റെ കോടതിയിൽ വരണ്ടേ മോനെ? ഇത് കെട്ടിയ കൈ റബ്ബിന്റെ മുമ്പിൽ സംസാരിക്കുമ്പോ ഈ കള്ളത്തിന് സപ്പോർട്ട് ചെയ്തതിന് ഫതുകല്ലിമുനാ ഐദീഹിം വതശ്ഹദു അർജുലുഹും ബിമാ കാനൂ യക്ദിബൂൻ. കളവ് പറഞ്ഞതിന്റെ സാക്ഷ്യം സംസാരിക്കുന്നതാരാണ്? കൈ സംസാരിക്കുന്ന കാലമാണ്. നിന്റെ നാവ് കൊണ്ട് വളവ് പറഞ്ഞ് രക്ഷപ്പെടാമെന്ന് വിചാരിച്ചുകൂടാ. കൈ സംസാരിക്കുന്ന കാലമാണ്. നിന്ന് കെട്ടിയത് അള്ളാഹ് തന്ന കാലുകൊണ്ടല്ലേ? ആ കാല് സാക്ഷി നിൽക്കും. ഞങ്ങൾ ഏതോ താല്പര്യത്തിന് SSF-കാരുടെ പരിപാടി എതിർക്കാനാണ് റസൂലുള്ളാഹിന്റെ മുടിയെ കുറിച്ച് ആരോപണം എഴുതി കെട്ടിയതെന്ന് കാല് സംസാരിക്കൂലേ ചെറുപ്പക്കാരാ? ഞാനിത് പറയുമ്പോൾ ഞാൻ അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് ആ ഷഅർ മുബാറക് കണ്ടയാളും അതിന്റെ പരമ്പര കണ്ടയാളും ആ സർട്ടിഫിക്കറ്റ് കണ്ടയാളും അവിടുന്ന് ഒരു സംഖ്യ പോലും വാങ്ങിയിട്ടില്ല എന്ന് 100% ഉറപ്പുള്ള ആളുമാണ്. എനിക്ക് സംഘടനാപരമായും അതുപോലെ അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് പ്രാസ്ഥാനികമായും ഇത് പറയാൻ ഔദ്യോഗികതയുള്ള ആളാണ്. ഞാനിത് ജനങ്ങളോട് പറയുന്നത്, നിങ്ങൾ ഈ തെറ്റിദ്ധാരണകളിൽ കുടുങ്ങിപ്പോകാൻ പാടില്ല. ഷഅർ മുബാറക് അതിട്ട വെള്ളം മർക്കസിൽ നിന്ന് ലക്ഷക്കണക്കിന് രൂപയ്ക്ക് വിറ്റു എന്നിവിടുത്തെ മാധ്യമം പത്രത്തിൽ സൂചിപ്പിച്ചു. കേരള ശബ്ദം എഴുതി. പച്ച നുണയാണത്, സ്ഥിരപ്പെടുത്താൻ സാധ്യമല്ല. അവിടുന്ന് പൈസ കൊടുത്ത് വാങ്ങിയ ഒരാളെങ്കിലും വരട്ടെ. ഈ കൊല്ലം ജില്ലയിൽ നിന്ന് ചിലപ്പോൾ പോയവരുണ്ടാവും. ആരെങ്കിലും സദസ്യരുണ്ടെങ്കിൽ ബന്ധപ്പെടണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷഅർ മുബാറക് കാണാൻ അവിടെ പോയ ആളുകൾ കൊല്ലം ജില്ലയിൽ നിന്നും കാസർഗോഡ് നിന്നും തിരുവനന്തപുരത്ത് നിന്നും എല്ലാം ഉണ്ട്. അവിടെ സൗജന്യമായി വിതരണം ചെയ്തു. അതിന് പൈസ കൊടുത്തു എന്ന് കള്ളം പറഞ്ഞ് ഇവിടെ പ്രചരിപ്പിച്ചു. പ്രശ്നം അവിടെയല്ല. മക്കളെ, നിങ്ങൾ ഈ വഞ്ചിക്കപ്പെടരുതെന്ന ബോർഡിന്റെ അടിയിൽ 2-3 ആളുടെ പേരെഴുതിയില്ലേ? അതിലൊരു ബഹാവുദ്ദീന്റെ പേരുണ്ടല്ലോ. അയാള് പത്രാധിപനായ തെളിച്ചം മാസികയിൽ എഴുതിയിട്ടുള്ളതെന്ന് ഇപ്പൊ തന്നെ അദ്ദേഹത്തിനൊന്ന് വിളിച്ചു നോക്കുമോനെ. ബഹുമാനപ്പെട്ട AP ഉസ്താദ് അവരുടെ കയ്യിലേക്ക് മുടി കൊടുത്ത സ്ഥലത്ത് ചെന്നിട്ട് ഞങ്ങൾ കെഞ്ചി നോക്കിയിട്ട് ഞങ്ങൾക്ക് തന്നില്ല എന്ന് നിങ്ങളുടെ തെളിച്ചത്തിൽ, അഥവാ ആ ബഹാവുദ്ദീൻ പത്രാധിപനായ പത്രത്തിൽ അവര് തന്നെ എഴുതിയിട്ടുണ്ട്. ഞങ്ങൾക്ക് ചോദിച്ചപ്പോ ആ മുടി തന്നില്ല. അതിന്റെ അസൂയയല്ലേ അവരിവിടെ തീർക്കാൻ ഇറങ്ങിയത്? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിഷയം അവിടെയും നിന്നില്ല. ബഹുമാനപ്പെട്ട ശൈഖുനാ AP ഉസ്താദ് അവർകൾ ഷഅറെ മുബാറക് വെക്കുന്നതിനോട് അനുബന്ധമായി 25,000 ആളുകൾക്ക് നിസ്കരിക്കാനും നിരവധി ലക്ഷ്യങ്ങളോടെയും 40 കോടി രൂപയുടെ ഒരു പള്ളി അങ്ങ് പ്രഖ്യാപിച്ചു. ആ പള്ളി പ്രഖ്യാപിച്ചപ്പോൾ ഇവിടെ എല്ലാ ആളുകളും ഹാലളകി. ഇത്ര കോടിയുടെ പള്ളി എന്തിനാണ്? ഇത്ര കോടിയുടെ പള്ളി ആർക്കാണ്? ഇത്ര കോടി എവിടെന്നാണ്? ജമാഅത്തെ ഇസ്ലാമിയുടെ ആരിഫ് അലി ടിവിയിലെ ഇന്റർവ്യൂവിൽ അദ്ദേഹം പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുടി വെച്ചാൽ അത് പ്രതിഷ്ഠയുള്ള പള്ളിയായി പോകുമെന്ന്. അത് കടുത്ത വിവരശൂന്യതയാണ്. എന്താ കാരണം? പരിശുദ്ധമായ കഅബാലയമില്ലേ?
അതിന്റെ മുറ്റത്തേക്ക് തവാഫിന് ചെല്ലുമ്പോ അതിന്റെ തെക്ക് കിഴക്കേ മൂലയിൽ നിന്നാണ് തവാഫ് തുടങ്ങേണ്ടത്. ആ മൂലയ്ക്കുള്ള പ്രത്യേകത എന്താണെന്നറിയുമോ? അവിടെ ഇരിക്കുന്നത് ഹജറുൽ അസ്വദാണ്. ഹജറുൽ അസ്വദിന്റെ ബഹുമാനം എന്താണ്? കറുത്തൊരു കല്ലവിടെയുണ്ട്. ഇപ്പോൾ 7 പീസായ ചെറിയ കല്ലുകളാണ്. ഏതായാലും ആ കല്ലിന്റെ പ്രത്യേകത എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുത്തിയ കല്ലാണ്. അവിടുന്ന് തൊട്ടുമുത്തിയ കല്ലാണ്. അവിടുത്തെ ആംഗ്യം കണ്ട കല്ലാണ്. അതുകൊണ്ട് ആ കല്ലിൽ നിന്നാണ് തുടങ്ങുന്നത്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൊട്ടുമുത്തിയ കല്ലുള്ളത് കൊണ്ട് കഅബാലയം പ്രതിഷ്ഠയുള്ള പള്ളിയാകുമോ? അപ്പോൾ കഅബയെ കുറിച്ച് അവർക്ക് വിവരമില്ല. ലക്ഷക്കണക്കിന് രൂപ ചെലവാക്കിയിട്ട് നമ്മൾ മക്കത്ത് ചെല്ലും. അല്ലാഹു തആല ഖുർആനിൽ പറയാണ്, അവിടെ ഒരു പ്രത്യേക സ്ഥലത്ത് നിങ്ങൾ നിസ്കരിക്കണം. എവിടെയാണ്? കഅബാലയത്തെ നേരെ നോക്കി നിസ്കരിക്കാൻ പറ്റുന്ന സ്ഥലമാണ് മതാഫ്. ആ സ്ഥലത്ത് ചെല്ലുമ്പോ നിങ്ങളുടെയും കഅബയുടെയും ഇടയിൽ ഒരു സാധനമുണ്ടാകണം. ആ സാധനം ഏതാണ്? അതൊരു കല്ലാണ്. ആ കല്ല് ഏതാണ്? ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ കാല് പതിഞ്ഞ കല്ലാണ്. ആ കല്ലിന്റെ പേരാണ് മഖാമു ഇബ്രാഹിം. വത്തഖിദൂ മിൻ മഖാമി ഇബ്രാഹിം മുസല്ലാ. മഖാമി ഇബ്രാഹിമിന്റെ പിന്നിൽ നിന്ന് നിസ്കരിക്കണേ. അറിയണേ സഹോദരങ്ങളെ, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ കാല് പതിഞ്ഞതുകൊണ്ട്, ആ കാലിൽ പതിഞ്ഞ കല്ലവിടെ വെച്ചതുകൊണ്ട് പ്രതിഷ്ഠയാണെങ്കിൽ പ്രതിഷ്ഠയുള്ള പള്ളിക്കയുടെ കഅബാലയമാകില്ലേ? മസ്ജിദുൽ ഹറാമാകില്ലേ? അപ്പോൾ ഇവർക്ക് മക്ക അറിയില്ല, അല്ലാഹുവിന്റെ ദീൻ അറിയില്ല, ഖുർആൻ അറിയില്ല. ഫീഹി ആയാതും ബയ്യിനാതും മഖാമു ഇബ്രാഹിം. അവിടെ ഒരുപാട് ദൃഷ്ടാന്തങ്ങളുണ്ട്. ആ ദൃഷ്ടാന്തത്തിൽപ്പെട്ട ഒരു ദൃഷ്ടാന്തമാണ് മഖാമു ഇബ്രാഹിം. കേട്ടോ? അപ്പോൾ ആ മഖാമു ഇബ്രാഹിം ഉള്ള പ്രതിഷ്ഠയുള്ള പള്ളിയാകില്ലേ? പാരിഫലി നല്ലയാളത്തിൽ പ്രതിഷ്ഠ എന്നൊക്കെ പറഞ്ഞപ്പോ സാധാരണക്കാരായ ആളുകൾ വഞ്ചിച്ചു ബോധിക്കപ്പെട്ടു. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ബോർഡുകളെല്ലാം ഞങ്ങളുടെ വിരോധികളാണെന്ന് ഞങ്ങൾക്ക് അഭിപ്രായമില്ല. അതിലൊരു പ്രവർത്തകൻ ഞാനിപ്പോ കണ്ടു, പറഞ്ഞു അവരെല്ലാം നമ്മുടെ സഹോദരങ്ങളാണ്. അള്ളാഹു സത്യം മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. മോനെ, റസൂലുള്ളാഹിനെ കുറിച്ചല്ലേ എഴുതി വെച്ചത്? അതിനു മുമ്പ് കൃത്യമായ വിവരം നിനക്ക് എവിടെ നിന്ന് കിട്ടി? ആരുടെയെങ്കിലും വാക്ക് കേൾക്കാതെ ഏറ്റവും ചുരുങ്ങിയത് പത്രത്തിൽ 2 അഭിപ്രായം പറഞ്ഞപ്പോ ഇന്ന അഭിപ്രായമാണ് സത്യം എന്ന് പറയാൻ എന്തെങ്കിലും തെളിവ് മോനെ അള്ളാന്റെ കോടതിയിൽ പറയാൻ ഈ ബോർഡ് വെച്ച കുട്ടികൾക്കുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞു തരൂ, ഞങ്ങൾ അങ്ങോട്ട് വരാൻ തയ്യാറാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ചല്ലേ? ഒരു പാർട്ടിയെ കുറിച്ചോ സംഘത്തെ കുറിച്ചോ ആയിരുന്നെങ്കിൽ എന്തുമാകാം, പോട്ടെ, കുഴപ്പമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് വെക്കുമ്പോ ഞാൻ ഈ പറയാൻ പോണത് സത്യമാണെന്ന് ബോധ്യപ്പെടാൻ നിങ്ങൾക്ക് ഉപദേശിച്ചു തന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ കയ്യിൽ ഒരു തെളിവുമില്ല. ഇവിടെ വെച്ച ചെറുപ്പക്കാരുടെ കയ്യിലും ഒരു തെളിവുമില്ല. നാളെ ഖബറിൽ ചെല്ലുമ്പോ കാണിക്കപ്പെടുന്ന നേതാവാരാ? മുഹമ്മദുർ റസൂലുള്ളാഹ്. ആ ഹബീബായ നബി തങ്ങളുടെ സന്തോഷം വേണ്ടേ മോനെ? കാണുമ്പോ തിരിച്ചറിയണ്ടേ മോനെ? പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുടി അത് വെക്കുന്നതിനോട് ബന്ധപ്പെട്ട് പള്ളി ഉണ്ടാക്കൽ. ഹസ്രത്ത് ബാൽ പള്ളി നോക്കൂ, അതുമായി ബന്ധപ്പെട്ട പേരിൽ അറിയപ്പെടുന്ന പള്ളിയാ. അവിടെ സംരക്ഷിക്കപ്പെടുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിശുദ്ധ കേശം. ഇനി 42 കോടി പണിയുമ്പോ പള്ളി പണിയുമ്പോ ചിലർ ചോദിച്ചു, ഇവിടെ എത്ര പാവങ്ങളുണ്ട്, പൈസ എല്ലാം കൂടി അങ്ങ് പള്ളി പണിതാ പോരെയെന്ന്. എന്നാ 2 മക്കളും ഭാര്യയും ഭർത്താവുള്ള ആള് 1 കോടിയുടെ വീട് പണിതാൽ ഇവിടെ പരാതിയില്ല. ചിലപ്പം ഭാര്യയും ഭർത്താവും മാത്രമേ കാണൂ, 50 ലക്ഷത്തിന്റെ വീട് പണിതാൽ പരാതിയില്ല. പക്ഷേ അള്ളാഹ്ക്ക് സുജൂദ് ചെയ്യാനുള്ള പള്ളി പണിയുന്നതിനെ എതിർക്കുന്നവർ ഈമാനുള്ളവരാകുമോ?
നിങ്ങൾ ആലോചിക്കൂ, ഏറ്റവും ചുരുങ്ങിയത് അള്ളാഹ്ക്ക് സുജൂദ് ചെയ്യാനുള്ള പള്ളിയാണ്. ആ പള്ളി പണിയുന്നതിന് എതിര് നിൽക്കാൻ ആത്മാർത്ഥമായി ചിന്തിച്ചാൽ ഈമാനുള്ളവർക്ക് സാധ്യമാണോ? മോനെ, ഇതൊരു പാർട്ടിയുടെ പ്രശ്നമല്ല, ഇതൊരു സംഘടനയുടെ വിഷയമല്ല. നാളെ റബ്ബിന്റെ കോടതിയിൽ വിചാരണ ചെയ്യപ്പെടുന്ന വിഷയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷഅറ മുബാറക്ക് കാണാൻ വരുന്ന ജനങ്ങൾ, അതുപോലെ ഈ പള്ളിയോട് ബന്ധപ്പെട്ട് ഇനിയും മുസ്ലിങ്ങളുടെ ചരിത്ര സ്മാരകങ്ങളായ വസ്തുവകകൾ ഇതിനോടനുബന്ധമായി സൂക്ഷിക്കാൻ വരുന്നുണ്ട്. വിദ്യാഭ്യാസപരമായ ലക്ഷ്യങ്ങൾ ഈ പള്ളിയോട് ചേർന്നുണ്ട്. അവർക്കെല്ലാം നിസ്കരിക്കാനും ഒരുമിച്ച് കൂടാനുമാണ്, അല്ലാതെ വെറുതെ ഷോയി പള്ളി ഉണ്ടാക്കാനല്ല. 20
സന്നദ്ധരാണോ? ഇതുവരെ അത് കൊണ്ടുവന്നിട്ടില്ല. അവസാനമുള്ള പ്രശ്നങ്ങളെല്ലാം പൊതുപത്രങ്ങൾ ഏറ്റെടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഷഹർ മുബാറക്കിനെക്കുറിച്ച് പണ്ഡിതോചിതമായി ചർച്ച ചെയ്യാൻ ഈ എതിർക്കുന്ന ബഹാവുദ്ദീനോ അല്ലെങ്കിൽ മാപ്പായപ്പെട്ട 3-4 പേരുടെ പേരെ കുറിച്ചല്ലോ. എന്നിട്ട് ആ കേരളത്തിലുള്ള മുസ്ലിം സഹോദരങ്ങളായ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അവർക്ക് പ്രശ്നം ചർച്ച ചെയ്യണമെങ്കിൽ നേരെ മർക്കസിലേക്ക് വന്നിട്ട് ഒന്ന് ചോദിച്ചാൽ പോരെ? അല്ലയോ കാന്തപുരം മുസ്ലിയാരെ, നിങ്ങളുടെ ഷഹർ മുബാറക്ക് എന്ന് പറഞ്ഞു. അതിന്റെ സനദോടെ, അതിന്റെ പരമ്പരയോടെ, അതിന്റെ റിപ്പോർട്ടോടെ നമ്മളൊന്ന് കാണട്ടെ എന്ന് പറഞ്ഞാൽ കാണിച്ചു കൊടുക്കാൻ നമ്മൾ തയ്യാറാണ്. ഉസ്താദോട് പലതവണ പറഞ്ഞു. ഇതുവരെ അവിടെ നിന്ന് ആരും വന്നിട്ടില്ല. അതോടെ പ്രശ്നം കഴിഞ്ഞില്ലേ? മർക്കസിന്റെ മുറ്റത്ത് പുന്നമംഗലത്ത് വന്ന് പ്രസംഗിച്ചു. അപ്പൊ മർക്കസിലെ സെക്യൂരിറ്റി പോയിട്ട് പറഞ്ഞു, സനദില്ല, ഇവിടെ നിന്ന് പ്രസംഗിക്കണ്ട, അന്ന് മർക്കസിലോട്ട് ഒന്ന് കാണിച്ചതല്ലോ. എന്നിട്ട് ഒരു കയറിയില്ല. അപ്പൊ ഇതേപോലെ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഷഹർ മുബാറക്ക് അതിന്റെ പരമ്പര എവിടുന്ന് കിട്ടിയെന്ന സോഴ്സ് വിശദാംശങ്ങൾ നേരിട്ട് പരിശോധിക്കാൻ അവസരമുണ്ട്. എന്നിട്ട് ആ അവസരം ഉപയോഗപ്പെടുത്തിയില്ല. അവസാനം ഈ പത്രങ്ങൾ മുഴുവനും കത്തിയപ്പോൾ കോഴിക്കോട് വെച്ച് ബഹുമാനപ്പെട്ട ശൈഖുനാ കാന്തപുരം ഉസ്താദ് അവരോട് പറഞ്ഞു, ഇനിയും നിങ്ങൾ ഈ വിവാദത്തിന്റെ പിന്നിൽ നിൽക്കാൻ തയ്യാറാവരുത്. നമുക്ക് ഒരുമിച്ച് പോകാം യുഎഇയിലേക്ക്. അവിടെ ഹസറജി ഫാമിലിയിൽ പോയി അവിടെ നമുക്ക് ചർച്ച ചെയ്ത് തീരുമാനമാക്കാം. അതിന് മറുപടി വ്യക്തമായി ഇതുവരെ പുറത്തു വന്നിട്ടില്ല. അതിനുവേണ്ടി തയ്യാറാകില്ല. അതോടെയാണ് ഇപ്പോൾ വിവാദങ്ങളിലൂടെ തൽക്കാലം മൗനം വീക്ഷിക്കുന്നത്. ഇതൊന്നും ഈ നാട്ടിലെ കൊച്ചു പിള്ളേർക്കറിയില്ല. അവരെവിടുന്നോ കിട്ടിയ വാദങ്ങളെന്ന് ചെയ്തി. എന്നാൽ മോനെ, ഇത് രാഷ്ട്രീയ പ്രവർത്തനം പോലെയല്ല, ഇത് സംഘടനാ പ്രവർത്തനം പോലെയല്ല. من آذى أصابة من شيء يندم ഒരാൾ വേദനിപ്പിച്ചാൽ حرم الله عليه الجنة, അവന് സ്വർഗം ഹറാമാണ്. ആരാണ് പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നതാണ്. ഇത്ര ഗൗരവമാണ് മോനെ വിഷയം. തഫ്സീർ റാസിയും സൂറത്തുൽ സൂറത്തുൽ ബയ്യിനയുടെയും വിശദീകരണമെടുത്താൽ അവിടെ കാണാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുടിയുടെ മഹത്വം ഒരാൾ നിഷേധിച്ചാൽ അയാൾ ഇസ്ലാമിൽ നിന്ന് തന്നെ പുറത്തു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് സൂക്ഷിക്കണേ. ഇമാം റാസി രേഖപ്പെടുത്തിയതാണ്. ഞാൻ ഈ പറയുന്നതൊക്കെ പരിശോധിക്കാൻ വേണ്ടവർക്ക് പരിശോധിക്കാം. അപ്പോൾ ആ സംഘടനയിലെ ഉത്തരവാദിത്തപ്പെട്ട ഒരാൾ പറഞ്ഞു, അതൊന്ന് കത്തിച്ചു നോക്കണം. ഞാൻ ചോദിക്കട്ടെ മോനെ, അമ്പിയാക്കന്മാരുടെ ശരീരം മൺമതിരില്ലെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് പരിശോധിക്കാൻ വേണ്ടി നബിമാരുടെ ഖബറിലടക്കാൻ നടക്കലാണോ വേണ്ടത്? അതല്ലല്ലോ, അതിൽ കൊള്ളുകയല്ലേ വേണ്ടത്? അതേ സമ്മേളനത്തിൽ തന്നെ വേറെ ഒരാൾ പറഞ്ഞു, ഇത് രാസവസ്തു കൊണ്ടുണ്ടാക്കിയതാണ്, അതുകൊണ്ട് കത്തൂലാതെ. എന്തൊരു ദുഃഖമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആദരണീയമായ മുടി കത്തിക്കണമെന്ന് ഒരാളെ വെല്ലുവിളിക്കാൻ നിന്നാൽ അത് ഖിയാമത്ത് നാളിന്റെ അടയാളമല്ലേ. മർക്കസ് സഖാഫത്ത് സുന്നിയിൽ നിന്ന് ആദരണീയമായ ഷഹർ മുബാറക്കിട്ട വെള്ളം വിറ്റു എന്ന പച്ചക്കള്ളം പറഞ്ഞവർ 25,000 രൂപ വീതം 2 ബോട്ടിലിന് റഹ്മത്തുള്ളാഹി ഖാസിമി എന്ന് പറയുന്നയാൾ വെല്ലൂരിൽ നിന്ന് കൊണ്ടുവന്ന വെള്ളം വിറ്റത് നിങ്ങളതാ ക്ലിപ്പുകളിൽ കാണുന്നില്ലേ? അത് മാത്രമല്ല, മെനിഞ്ഞാന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആദരണീയമായ മുടിക്കെതിരെ ഇറങ്ങിയാല് കോഴിക്കോട് സമ്മേളനം നടത്തി. ഞാനെപ്പോൾ കോഴിക്കോടുണ്ട്. ഞാൻ നമ്മുടെ സംഘടനയുടെ മീറ്റിംഗിന് പോയതാണ്. അവിടെ ഈ ഹസറതിയുടെ കത്തടിച്ചിട്ട് അവര് 10 രൂപയിൽ കുറയാത്ത സംഭാവനയ്ക്ക് വിറ്റില്ലേ? അപ്പോൾ എന്തൊരു വിരോധാഭാസമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആദരണീയമായ മുടി നിനക്കതിനെക്കുറിച്ച് വിവരങ്ങളൊന്നും മനസ്സിലായിട്ടില്ലെങ്കിൽ
മൗനം വീക്ഷിക്കുകയല്ലേ വേണ്ടത്. ഈ കളി സാധാരണ രാഷ്ട്രീയ കളിയല്ല, ഇത് സംഘടനാ പകപോക്കലല്ല, അഭിപ്രായ ഭിന്നത രേഖപ്പെടുത്താനുള്ള വേദിയല്ല. ഞാൻ യഥാർത്ഥത്തിൽ ഈ വിഷയം ഇവിടെ പറയാൻ ഉദ്ദേശിച്ചതല്ല. ഇവിടെ ചില കുട്ടികളുടെ അടിസ്ഥാന വിവരം പോലുമില്ലാതെ നോട്ടീസ് അടിച്ചിറക്കുകയും ഇന്നീ പ്രസംഗവേദിയുടെ മുമ്പിൽ ഇത് കൊണ്ടുവെക്കുകയും ചെയ്തപ്പോൾ പറയലെന്റെ ബാധ്യതയല്ലേ മോമിനീങ്ങളെ, നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. ഇതിനെ കെട്ടിയ കൈറബിന്റെ കോടതിയിൽ വരില്ലേ മോനെ? ഈ വിഷയം പറഞ്ഞ് ഞാനും റബ്ബിന്റെ കോടതിയിൽ വരുമെന്ന വിശ്വാസമുള്ളവനാണ്. ഇത് നിങ്ങൾക്കായ റബ്ബിന്റെ കോടതിയിൽ വരില്ലേ മോനെ? നിനക്ക് കൃത്യമായ വിവരം നീ എഴുതി വെച്ചത് സത്യമാണെന്ന് പറയാൻ പറ്റുമോ? അതേ സമയത്ത് ഞാൻ പറഞ്ഞത് ഷാർ മുബാറക്ക് ഞാൻ കണ്ടിട്ടുണ്ട്, പരമ്പര ഞാൻ കണ്ടിട്ടുണ്ട്, അത് നൽകിയ ഹസ്രജിയെ ഞാൻ കണ്ടിട്ടുണ്ട്, അദ്ദേഹത്തെ ഞാൻ മുസാഫറക്ക് ചെയ്തിട്ടുണ്ട്, ആ സർട്ടിഫിക്കറ്റുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. പള്ളിയുടെ താല്പര്യം ഇതാണ്. ഇതെല്ലാം ഖണ്ഡിതമായിട്ടല്ലേ ഞാൻ പറയുന്നത്. അതുപോലെ നിങ്ങൾക്ക് ഈ പറഞ്ഞത് വസ്തുതാപരമായി തെളിയിക്കാൻ രേഖയുണ്ടെങ്കിൽ ഒന്ന് കൊണ്ടുവന്ന് ഈ വേദിയിലേക്ക് തരാമോ? അല്ലെങ്കിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളാരും വഴികേടായി എന്ന് വിശ്വസിക്കുന്നവരല്ലെങ്കിൽ എന്തോ തെറ്റിദ്ധാരണയിൽ കുടുങ്ങിപ്പോയതായിരിക്കും. വിവരങ്ങളെ കൃത്യമായി മനസ്സിലാക്കണേ മോനെ. പരിസരത്തൊരു പ്രദേശത്തൊരു മാലിന്യം മുത്താലിമിയോട് ഇക്കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇന്ന് ഞാനറിഞ്ഞു. ഞാൻ ആ മാലിന്യങ്ങളെ വിളിച്ചു. ആരും പേരൊന്നും ഞാൻ പറയുന്നില്ല. കാരണം എന്റെ ലക്ഷ്യം അല്ലാഹുവിന്റെ ദീനിന്റെ ഹത്തായ മസ്അലകൾ പറഞ്ഞു കൊടുക്കുക. ഞാൻ ആ മാലിന്യങ്ങളെ വിളിച്ചിട്ട് ചോദിച്ചതല്ല, നിങ്ങൾ കുട്ടികളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഷാർ മുബാറക്കിനെ കുറിച്ച് വല്ലതും നിങ്ങൾ പറഞ്ഞോ? പ്രവാസികളോട്. അതെ, ഞാൻ ഒരു പ്രാവശ്യം പറഞ്ഞു. ഞാൻ ചോദിച്ചു, നിങ്ങൾ ആ വിഷയത്തിൽ വല്ലതും അന്വേഷിച്ചോ, പഠിച്ചോ? അറിയില്ല കേട്ടപ്പോൾ എന്ന് പറഞ്ഞേ ഉള്ളൂ. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഈ വിഷയങ്ങളിൽ സനതുണ്ടോ ഇല്ലേ, നിങ്ങൾക്ക് എന്ത് ഡൗട്ട് എന്നോട് ചോദിക്കാം. നിങ്ങൾക്കതിൽ സംശയമുണ്ടെങ്കിൽ വേറൊരാളോട് ചോദിക്കാം. ഇതിൽ കൃത്യമായ വിവരം കിട്ടിയതിൽ ചെറിയ മതസുഹൃത്തിനോട് പറയാൻ പാടുള്ളൂ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നല്ല മനുഷ്യനാണ്, അല്ലാഹു ആഫിയത്ത് നിർദ്ദേശം കൊടുക്കട്ടെ. അദ്ദേഹം പറഞ്ഞു, അറിയാതെ പറഞ്ഞു പോയതാണ്, അങ്ങനെയൊക്കെ കൂട്ടത്തിൽ പറഞ്ഞു പോയതാണ്. ഇതുപോലെ കുറെ ആളുകളുണ്ടാവും വിവരങ്ങൾ കൃത്യമായി വിലയിരുത്താതെ മാധ്യമം പോലെയുള്ള പത്രങ്ങളുടെ ശരിക്കു പറഞ്ഞാൽ കൂക്കന്റെ പണി ചെയ്തുകൊണ്ടിരിക്കുന്ന വേദികളുടെയുണ്ട്. ഒരു രൂപയ്ക്ക് പോലും ഷാർ മുബാറക്കിന്റെ വെള്ളം മർക്കസിൽ വിറ്റിട്ടില്ല എന്ന് പലതവണ പറഞ്ഞിട്ടും കേരള ശബ്ദക്കാരന് കുറച്ചൊരു പിടിയുന്നുണ്ടാവരുത്. എഴുതിവിട്ടു. മാധ്യമക്കാരനില്ലാത്ത കുറച്ചൊരു പിടി കേരള ശബ്ദക്കാരനുണ്ടാവും. ഇല്ല. അപ്പൊ ഇതേപോലെ നമ്മുടെ വീടുകളിലേക്ക് പത്രങ്ങളിലൂടെയും മീഡിയകളിലൂടെയും കേട്ട് വിവരങ്ങളിൽ തെറ്റിദ്ധാരണകൾ ഇസ്ലാമികമായി വരുമ്പോൾ ശരി അന്വേഷിക്കണേ ചെറുപ്പക്കാരെ. യഥാർത്ഥത്തിൽ ഇന്ന് വിമർശിക്കുന്ന ആളുകൾ ചോദിച്ചിട്ട് അവർക്ക് കിട്ടാത്ത ഷാർ മുബാറക്കാണ് ബഹുമാനപ്പെട്ട ശൈഖുനായ പി ഉസ്താദ് അവർക്ക് കൊണ്ടുവന്നു കൊടുക്കുന്നു. അത് മുഅ്മിനീങ്ങളെ സന്തോഷിക്കുകയല്ലേ വേണ്ടത്. പക്ഷേ എന്നിട്ട് നിങ്ങൾ വിചാരിക്കണം, ഈ നിൽക്കുന്ന വക്കീലുകളാരാണ്, ശൈഖുനായ പി ഉസ്താദ് അവരുകളാരാണ്. അതുകൂടെ മോനെ നീ ഒന്നുകിൽ മീഡിയങ്ങളിലാണ്. അതിലൂടെ ഈ പി ഉസ്താദിന്റെ പേഴ്സണാലിറ്റി എന്താ, ഈ പറയുന്ന ആളുകളുടെ പേഴ്സണാലിറ്റി എന്താ? ശൈഖുനായ പി ഉസ്താദ് അവരുടെ ഡെയിലി 3 വക്കീല് ആലിമീങ്ങൾക്ക് സ്വഹീഹുൽ ബുഖാരി എടുക്കുന്ന ആളാണ്. മോനെ കോഴിമുക്കിലെ ഈദിനു വേണ്ടി ഇറങ്ങിയ ചെറുപ്പക്കാരാ, നിനക്കൊരു ഹദീസെങ്കിലും അറിയോ? നമ്മുടെ ആലിമീങ്ങൾക്കെതിരെയല്ലേ നിൽക്കുന്നത്. ആ ആലിമിന്റെ രൂപത്തിന്റെ വില നമുക്കുണ്ടാവും. നമ്മൾ ആലോചിക്കണ്ടേ ആർക്കെതിരെയാണ്? ഒന്നാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരെ, രണ്ടാമതായി അതിന് ബന്ധപ്പെട്ട ആലിമീങ്ങൾക്കെതിരെ. അവരാരാണെന്ന് എനിക്കും നിങ്ങൾക്കും അറിയുമോ? അവര് ആധികാരികമായി മതത്തിന്റെ നിയമം പറയാൻ പറ്റുന്ന ആലിമീങ്ങളാണ്. ആയിരക്കണക്കിന് മുത്തഅല്ലിമീങ്ങളുടെ ഉസ്താദാണ്. സ്വഹീഹുൽ ബുഖാരി ദർസ് നടത്തുന്ന ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന ഏറ്റവും വലിയ പണ്ഡിതന്മാരിലൊരാളാണ്. അങ്ങനെയുള്ള ഈ പി ഉസ്താദിനെ രാഷ്ട്രീയക്കാരെ കാണുമ്പോലെയോ ആ കാഴ്ച
സുബഹിൽ കഴിച്ചിട്ട് ബുഖാരിയുടെ ദർശനത്തിലായിരിക്കും. 10 മണിക്കാണ് നീ ഉസ്താദിനെ കുറ്റം പറയുന്നതെങ്കിൽ നൂറുകണക്കിന് പാവപ്പെട്ടവര് പ്രശ്നങ്ങളുമായി ഉസ്താദിന്റെ മുന്നിൽ നിൽക്കുകയാണ്. അതിന് കഴിയുന്നവരൊക്കെ പരിഹാരം പറയുകയായിരിക്കും. സന്ധ്യക്കാണ് നീ ഉസ്താദിനെ കുറ്റം പറയുന്നതെങ്കിൽ 10,000 പങ്കെടുക്കുന്ന സദസ്സിൽ സംബോധന ചെയ്ത് അല്ലാതെ തിരിഞ്ഞു പറയുകയായിരിക്കും. പാതിരാത്രിയാണ് നീ ഉസ്താദിനെ കുറ്റം പറയുന്നതെങ്കിൽ ഉസ്താദ് തഹജ്ജുദ് നിസ്കാരത്തിലായിരിക്കും. അപ്പോൾ നിരന്തരം ദീനിന്റെ അമലുകളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന അലിമീങ്ങളെ ഒരു ഇൽമുമില്ല, ഒരു അമലുമില്ല, ഒരു ഗുണവുമില്ലാത്ത നമ്മളെ കുറ്റം പറഞ്ഞാൽ നാളെ റബ്ബിന്റെ കോടതിയിൽ വരുമ്പോൾ കുടുങ്ങിപ്പോകില്ലേ മോനെ? കാരണം എന്താ? പ്രത്യേകിച്ചും ആലിമീങ്ങളെ ഗീബത്ത് പറയരുത്. കാരണം അവരുടെ മാംസം നിന്നായി വിഷമാണ് മോനെ. ആഹ്റം നിനക്ക് നഷ്ടപ്പെട്ടു പോകുന്ന വിഷമാണ് മഞ്ഞാനതയുള്ളത്. സാധാരണക്കാരെ പറയും പോലെയല്ല, ആലിമീങ്ങളെ പറഞ്ഞാൽ. അപ്പോൾ ഞങ്ങളുടെ കുട്ടികൾക്ക് ഞങ്ങൾ അതവ് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. SSFന്റെ കുട്ടികൾക്ക് ഞങ്ങൾ അതവ് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് ഇന്ത്യ രാജ്യമാണ്. ഇവിടെ എല്ലാ സംവരണക്കും പ്രവർത്തിക്കാൻ അവകാശമുള്ള രാജ്യമാണ്. നമ്മുടെ പ്രസംഗവേദിയുടെ മുമ്പിൽ ഒരു ഫ്ലക്സ് വെച്ചപ്പോ നിങ്ങളെപ്പോലെ ആരോഗ്യവും ചെറുപ്പമുള്ള മക്കളാണ്. പക്ഷേ സുന്നത്ത് ജമാഅത്തിന്റെ ആദവും ഗുരുത്വമുള്ള മക്കളായതുകൊണ്ടാണ് അത് എടുത്തു മാറ്റാഞ്ഞത്. അല്ലാതെ നിങ്ങൾക്ക് ആരോഗ്യമില്ലാഞ്ഞിട്ടല്ല. നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹുബ്ബുർ റസൂൽ വേദിയുടെ മുമ്പിലല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബഹുമാനം കുറയ്ക്കാനിറങ്ങിയ ഈ സദസ്സിലുള്ള ജനങ്ങളും സാധുവായ ഞാനും നിങ്ങളും ഈ ബോധം പതിവാദിപ്പില്ലേ? അവിടെ രക്ഷപ്പെടണ്ടേ മോനെ? അതുകൊണ്ട് എനിക്ക് ആ പ്രവർത്തകരോടൊന്നും ദേഷ്യമില്ല. നിങ്ങൾ ചിലപ്പോൾ കുടുങ്ങിപ്പോയായിരിക്കും. നിങ്ങൾ വിഷയങ്ങൾ പഠിക്കണം, വിഷയങ്ങൾ കൃത്യമായി വിലയിരുത്തണം. ബോധ്യപ്പെട്ടതിൽ മാത്രം നിങ്ങൾ ഇടപെടണം. ബോധ്യപ്പെടാത്തതിൽ ഇടപെട്ട് നിങ്ങളുടെ ആഹ്റം നഷ്ടപ്പെടുത്തരുത്. കാരണം എന്താണെന്നറിയുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നബിയായി നബുവത്തിന്റെ പ്രഖ്യാപനം നടത്തി. നബുവത്തിന്റെ പ്രഖ്യാപനം നടത്തിയപ്പോൾ ഇന്നലെയൊന്നും തുടങ്ങിയല്ല. നബുവത്തിന്റെ പ്രഖ്യാപനം നടത്തിയപ്പോൾ മക്കയിൽ ചില ആളുകൾ എതിർക്കാനിറങ്ങി. ഞാനല്ലേ പോലീസിന്റെ നേതാവ്? എനിക്കല്ലേ അനുഭവത്ത് കിട്ടുന്നത്? അല്ലെങ്കിൽ ഇപ്പുറത്ത് ഫത്തീഹ് ഗോത്രത്തിന്റെ നേതാവുണ്ട് ഉബൈദ് ബിൻ അംർ എന്ന് പറയുന്ന ആൾ. അയാൾക്കല്ലേ അനുഭവത്ത് കിട്ടുന്നത്? അവർക്ക് രണ്ടുപേർക്കും കൊടുക്കാതെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് എന്തിനാണ് അനുഭവത്ത് കൊടുത്തത് എന്ന പച്ച അസൂയയായിട്ട് വലീദ് ബിൻ മുഗീറ ഇറങ്ങി. വലീദ് ബിൻ മുഗീറ എന്ന് പറയുന്ന ആളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ ആക്ഷേപിക്കാൻ തുടങ്ങി. ഖുർആൻ ഓർമ്മപ്പെടുത്തിയ സംഭവമാണ്. അങ്ങനെ ഇറങ്ങിയിട്ട് ആക്ഷേപത്തിനിറങ്ങി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്കെതിരെ ആക്ഷേപം ഇറങ്ങി. അല്ലാ സൂറത്തുൽ മുദ്ദസ്സിറിൽ പറയുന്നുണ്ട്. പരിശുദ്ധമായ ഖുർആൻ വിശദീകരിക്കുന്നുണ്ട്. അയാളിറങ്ങിയ ചില്ലറക്കാരനല്ല. മക്കയുടെയും ത്വാഇഫിന്റെയും ഇടയിലുള്ള മുഴുവൻ സ്വത്തിന്റെയും ഉടമയാണ്. നിരവധി മക്കളുടെ വാപ്പയാണ്. ഖുറൈശി കുലത്തിലെ പ്രമാണിയാണ്. അയാളിറങ്ങിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്കെതിരെ നബി തങ്ങളുടെ മനസ്സിനെ വേദനിച്ചുപോയി. അവസാനം വേദനിച്ചു നിൽക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് وجاء جبريل النبي صلى الله عليه وسلم. قال النبي صلى الله عليه وسلم معه وهم يطوفون بالبيت.
Yang
വിശ്വാസങ്ങൾക്ക് പെണ്ണു വന്നിട്ട് പറഞ്ഞു നബിയെ എന്റെ വീട്ടിലെ സ്നേഹമുണ്ട്
Thank you.
Sanksiyon dan itu dikira usah